നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത് അതുക്കും മേലെ ബി.ജെ.പിയെ പൂട്ടിക്കാൻ നടന്നവർക്ക് സുരേഷ് ഗോപി വക മാസ് പ്രഹരം. ഇനി കേരളത്തിലും ബി.ജെ.പിയെ പേടിക്കണം. ചരിത്ര വിജയം ആഘോഷമാക്കാൻ ബി.ജെ.പി. സുരേഷ് ഗോപിക്ക് ഇന്ന് തൃശൂരിൽ വൻ സ്വീകരണം. ഒരാഴ്ച നീളുന്ന ആഘോഷം. കേരളത്തിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി പ്രസംഗത്തിനിടെ പ്രശംസിച്ചിരുന്നു. അതിനിടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചരിത്ര വിജയം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. ഇതിന്റെ ഭാഗമായി വിജയക്കൊടി പാറിച്ച സുരേഷ് ഗോപിക്ക് ഇന്ന് തൃശൂരിൽ സ്വീകരണം നൽകും. ഇന്ന് ഉച്ചയോടെ മണ്ഡലത്തിലെത്തുന്ന സുരേഷ് ഗോപിക്ക് 1,00,000 ലക്ഷം പ്രവർത്തകർ അണിനിരക്കുന്ന സ്വീകരണമാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയ പടയോട്ടത്തിൽ ഗുരുവായൂർ മണ്ഡലം മാത്രമാണ് ഇളകാതെ നിന്നത്. ഇടതു കോട്ടകളായ മണലൂരും നാട്ടികയും അടക്കം 6 മണ്ഡലങ്ങളും സുരേഷ് ഗോപിക്കൊപ്പം നിന്നപ്പോൾ മുരളീധരനൊപ്പമായിരുന്നു ഗുരുവായൂർ. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും മോദി തരംഗവും ചേരുമ്പോൾ തൃശൂർ ഇങ്ങിപ്പോരും എന്ന് തന്നെയായിരുന്നു തുടക്കം മുതൽ ബി.ജെ.പി. ക്യാമ്പിന്റെ പ്രതീക്ഷ. വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ആ പ്രതീക്ഷ ഇരട്ടിയാവുകയും ചെയ്തു. എന്നാൽ ബി.ജെ.പി. പ്രവർത്തകരെയും എതിർ സ്ഥാനാർത്ഥികളെയും ആശ്ചര്യപ്പെടുത്തിയ തേരോട്ടമായിരുന്നു പിന്നീട് മണ്ഡലത്തിൽ കണ്ടത്. 7 ഇടത് MLA-മാരുള്ള മണ്ഡലത്തിൽ 6 ബി.ജെ.പിക്കൊപ്പം നിന്നു. പ്രതീക്ഷിച്ച പോലെ തൃശൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഉയർന്ന ഭൂരിപക്ഷം. 14,117 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇവിടെ മാത്രം സുരേഷ് ഗോപി നേടിയത്. പരമ്പരാഗതമായി UDF വോട്ട് ബാങ്കായിരുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയുള്ള ഒല്ലൂർ, ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ 10,363-ഉം 13,006-ഉമായിരുന്നു ബി.ജെ.പി. ഭൂരിപക്ഷം. കരുവന്നൂർ ബാങ്കും ഇരകളുമുള്ള ഇരിങ്ങാലക്കുടയിൽ സുരേഷ് ഗോപി നടത്തിയ പദയാത്ര തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതിഫലിച്ചു. ഗുരുവായൂർ, നാട്ടിക, പുതുക്കാട്, ഒല്ലൂർ, മണലൂർ മണ്ഡലങ്ങളിൽ VS സുനിൽകുമാർ രണ്ടാമതെത്തിയപ്പോൾ തൃശൂരിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇടത് സ്ഥാനാർത്ഥി സ്വന്തം ബൂത്തിലും പഞ്ചായത്തിലും സുരേഷ് ഗോപിക്ക് പിന്നിലായി. കഴിഞ്ഞ തവണത്തേക്കാൾ 16,000-ലധികം വോട്ട് കൂടുതൽ നേടാനായത് മാത്രമാണ് ആശ്വാസം. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയുള്ള ഗുരുവായൂരിൽ 7,406 വോട്ടിന്റെ ഭൂരിപക്ഷം K. മുരളീധരന് നൽകി. മണ്ഡലത്തിലെ ചരിത്ര വിജയം ആഘോഷമാക്കാൻ വൻ സ്വീകരണമാണ് ഇന്ന് സുരേഷ് ഗോപിക്ക് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. ഉച്ചകഴിഞ്ഞ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കാർ റാലിയായി എത്തിയ ശേഷം തൃശൂർ സ്വരാജ് റൗണ്ടിൽ സുരേഷ് ഗോപിയെ 1,00,000 ലക്ഷം പ്രവർത്തകർ സ്വീകരിക്കും. 7 ദിവസം 7 മണ്ഡലങ്ങളിൽ ആഹ്ലാദ റാലിയും ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരാഴ്ച നീളുന്ന ആഘോഷ പ്രകടനങ്ങൾക്കാണ് ബി.ജെ.പി. ജില്ലാ നേതൃത്വം ഒരുക്കം നൽകുന്നത്. തന്റെ വിജയത്തിൽ അതീവ സന്തോഷമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ജയിച്ചത് വലിയൊരു അനുഗ്രഹമാണെന്നും തൃശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുകയാണ് എന്നും അവരിലൂടെയാണ് ഇത് സാധ്യമായിരിക്കുന്നത് എന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തനിക്കും കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത്. എന്റെ കുടുംബം, മക്കൾ, നാഷണൽ അവാർഡ് എല്ലാം അനുഗ്രഹമാണ്. അതിനെല്ലാം മുകളിലാണ് ഈ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഒരു വിജയം നേടാനായി പ്രയത്നിച്ച പ്രവർത്തകർ, വോട്ടർമാർ എന്നിവരെ പ്രത്യേകം ഓർക്കുന്നുവെന്നും തന്നേക്കാൾ ഏറെ മധ്യപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് വന്ന അമ്മമാർ തനിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പാർട്ടി പ്രവർത്തകർ താൻ ആവശ്യപ്പെടുന്നതിലും 100 ഇരട്ടി തിരിച്ചു നൽകുന്നുണ്ട്. നരേന്ദ്രമോദി എന്നെ രാഷ്ട്രീയ ദൈവമാണെന്നും മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു. ഇന്ദിരാഗാന്ധി, E.K. നയനാർ, K. കരുണാകരൻ തുടങ്ങിയവരെ ഞാൻ ആരാധിക്കുന്നുവെന്നും എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരുണ്ട്. ഇനിയും ഇവർ എന്റെ മനസ്സിലുണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മോദിയും അമിത്ഷായുമാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ തന്നെ ആക്കിയത് എന്നും അതിന് എന്നും അവരോട് കടപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകില്ല. ഞാൻ തൃശൂരിലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കും. കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ഞാൻ പ്രയത്നിക്കും. എനിക്ക് ആരോടും ദേഷ്യമില്ല. എനിക്ക് ഇടത് വലത് ശത്രുക്കളില്ല. അവർ എന്റെ സ്ഥാനാർത്ഥികൾ മാത്രമാണ്. എന്റെ പാർട്ടിയുടെ വോട്ട് മാത്രമല്ല എനിക്ക് ലഭിച്ചത് എന്ന് എനിക്കും പാർട്ടിക്കും നന്നായി അറിയാം. ജനങ്ങൾ പാർട്ടി താരം എന്നതിനപ്പുറം അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു. അതാണ് വിജയത്തിന് കാരണം. എന്നിരുന്നാലും ഞാൻ പാർട്ടിയുടെ കൂടെ സ്വത്താണ് എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.